4 പെൺകുട്ടികളാണെങ്കിൽ ഒരു കൺട്രി സൈഡിലേക്ക് ട്രിപ്പ് പോകുന്ന വഴിക്ക് വേട്ടക്കാരൻ നശിപ്പിച്ചിട്ട് പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോടുകൂടി വേട്ടക്കാരാണെങ്കിൽ ഇവരെ തേടി കണ്ടുപിടിച്ച് കാട്ടിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ട് നശിപ്പിക്കുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ വിൽ നെവർ ഡൈ എലോൺ എന്ന് പറഞ്ഞ 2008 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ 4 കൂട്ടുകാരികളാണെങ്കിൽ ഒരു ട്രിപ്പിന് പോകുന്നതായിരുന്നു. ഈ പെൺകുട്ടികളുടെയൊക്കെ പേരെന്ന് വെച്ചാൽ കാരോൾ, ലിയോ, യാസ്മിൻ, പിന്നെ മൊറിയ. അവർ 4 പേരും കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്ത് കൺട്രി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല ചൂടും അതുപോലെ തന്നെ ഒരാൾക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാനും തോന്നിയിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ വെച്ചാണ് മൊറിയ ആണെങ്കിൽ ലിയോയോട് പറയുന്നത് അവളുടെ വീട്ടിൽ നിന്ന് പേരൻസിന് ഇവളിങ്ങനെ ട്രിപ്പിന് പോകുന്നതിനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ഇതേസമയം കാരോളാണെങ്കിൽ അവളുടെ ഫോൺ എടുത്ത് സ്വന്തമായിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കും. പിന്നീട് ഇവർ വീണ്ടും യാത്ര തുടർന്ന് ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ എത്തും. ഇവിടെ വെച്ചാണ് കാരോളിനാണെങ്കിൽ അവളുടെ അമ്മയുടെ മെസ്സേജ് വരുന്നത്. അവർ ശരിക്കും ഇവളെ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നത്. അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് ഇവളാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയി അവിടുന്ന് ഫ്രഷ് ആയ ശേഷം പിന്നീട് ഇവരെല്ലാം കൂടെ വന്നിട്ട് ഒരു മൈതാനത്തിൽ സംസാരിച്ച ശേഷം വീണ്ടും യാത്ര തുടരും. അങ്ങനെ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോറസ്റ്റ് ഏരിയ എത്തുന്നത്. അവിടെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് സൂക്ഷിക്കാവുന്ന ഒരു ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കാരോളാണെങ്കിൽ വഴിയിലായിട്ടൊരു പെണ്ണ് കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ കൂട്ടുകാരോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഇവർ ചെന്ന് നോക്കും. ഇവർ 4 പേരും കൂടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടിനെയാണെങ്കിൽ ഇവർ ആ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു. ഇവരാദ്യം ഓർപ്പ് ഏതെങ്കിലും വന്യമൃഗം ആക്രമിച്ചായിരിക്കുമെന്ന്. പെട്ടെന്നാണ് അവിടെ നിന്ന് വെടിശബ്ദം കേട്ടിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നത്. അന്നേരമാണ് ഇവർക്ക് പിടി കിട്ടുന്നത് ഈ പെൺകുട്ടിനെ ആരോ നശിപ്പിച്ച് ആക്രമിച്ച ശേഷം വെടിവെച്ചിട്ടേക്ക് വന്ന്. ഉടനെ തന്നെ ഇവരാണെങ്കിൽ ആ പെൺകുട്ടിനെ എടുത്ത് കാറിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങും. കാറോട് നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് കുറേ പേര് തോക്കുമായിട്ട് നിൽക്കുന്നതും കാണും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു വാനും കിടക്കുമായിരുന്നു അവരുടെ. അങ്ങനെ ഇവരാണെങ്കിൽ വഴി കൂടെ സ്ഥലമൊക്കെ ചോദിച്ച് ഒരു വിധത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തും. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും പെട്രോളിങ്ങിന് പോയിക്കുമായിരുന്നു. അങ്ങനെ ഇവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ മരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും 2 പോലീസുകാർ വരും. അതിൽ മെയിൻ ഓഫീസറാണെങ്കിൽ ഇവരോട് കാര്യങ്ങളെല്ലാം തിരക്കും. ആദ്യം തന്നെ ഇവരുടെ ആരാണ് ഈ പെൺകുട്ടിയെ ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പറയും ഈ പെൺകുട്ടിനെയാണെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടാണെന്നും പിന്നീട് ഇങ്ങനെ ഈ വെടിശബ്ദം കേട്ടതും പെൺകുട്ടീനെ വഴിന്ന് കിട്ടിയതൊക്കെ പറയും. അന്നേരമാണ് മെയിൻ ഓഫീസർ പറയുന്നത് ചിലപ്പോൾ ഈ പെൺകുട്ടി ഏതെങ്കിലും ഇല്ലീഗലായിട്ടുള്ള വേട്ടക്കാർ വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് പകരം വീട്ടാനായിട്ടായിരിക്കും അവർ ഈ പെൺകുട്ടിയോട് ഇതെല്ലാം ചെയ്തതെന്ന്. അത് കഴിഞ്ഞ് ഇവരോട് ഇവർ കണ്ട വാനിനെ പറ്റി ചോദിക്കും. ഇവർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് വാൻ കണ്ടതിനെപ്പറ്റി മാത്രമേ അറിയത്തുണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ അതിനെപ്പറ്റി പോലും പറയുന്നില്ലായിരുന്നു. കാരണം ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെട്ട് അടുത്ത ട്രിപ്പിന് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പറയും ദൂരെ നിന്നായിരുന്നു കണ്ടത്, ശരിക്കും ഓർക്കുന്നില്ല. അങ്ങനെ ഓരോരോ കാരണങ്ങളും അതായിരുന്നു ഇവർ സത്യം പറഞ്ഞാൽ ചെയ്തതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് തന്നെ പറഞ്ഞ. അങ്ങനെ മെയിൻ ഓഫീസറാണെങ്കിൽ കൂടെയുള്ള പോലീസുകാരനോട് പറയും ഏതായാലും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞ ലൊക്കേഷനിൽ പോയി സെർച്ച് ചെയ്തേക്കാൻ. അതെല്ലാം കഴിഞ്ഞ് ആ മരിച്ച പെൺകുട്ടിയുടെ ബോഡിയാണെങ്കിൽ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകും. ഇവരാണെങ്കിൽ വീണ്ടും യാത്ര തുടരാൻ വേണ്ടി തീരുമാനിക്കും. പിന്നീട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കരോളാണെങ്കിൽ ഒരു പോലീസുകാരുടെ കയ്യിലുള്ള വാൻ ശ്രദ്ധിക്കുന്നത്. അവൾക്ക് പെട്ടെന്ന് തോന്നും ഈ വാനല്ലേ അവിടെ കണ്ടതെന്ന്. പക്ഷേ പിന്നീട് ഓർക്കും അത് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ ഒരുപോലത്തെ ഒരു വാനായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഇവർ കുഴപ്പമൊന്നുമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പോലീസുകാരൻ ഇവരെ ഫോളോ ചെയ്ത് വരുന്നത്. ഇവരാണെങ്കിൽ വണ്ടി നിർത്തിയാലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ആ പോലീസുകാരനും മറ്റേ വേട്ടക്കാരും എല്ലാം ഒറ്റ ഗാങ്ങായിരുന്നു. ആ പോലീസുകാരനാണെങ്കിൽ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് വണ്ടി നിർത്താൻ വേണ്ടി പറയും. ഇവരാണെങ്കിൽ സ്പീഡ് കൂട്ടി വിടാൻ വേണ്ടി നോക്കും. പക്ഷേ അമാരാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലോട്ട് കയറും. അതിനുശേഷം അവരുടെ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരെ വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതേ സമയത്ത് കരോളിനാണെങ്കിൽ അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നത് ഇവർ ട്രാപ്പായെന്നും കുറേ പേര് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അമ്മരാണ് ഇവരുടെ വണ്ടിയുമായിട്ട് ഫോറസ്റ്റിൻ്റെ നടുക്കോട്ട് ചെല്ലും. അവിടെ വെച്ച് നിർത്തുമ്പോഴത്തേക്കിനുമാണ് ഈ 4 പെൺകുട്ടികൾ ഇറങ്ങി ഓടുന്നത്. പക്ഷേ ആ കൂട്ടത്തിലെ യാസ്മിന് പെട്ടെന്ന് വെടിയേറ്റി വീഴും. അത് കാണുമ്പോഴത്തേക്കിന് ബാക്കി പെൺകുട്ടികൾ അവിടെ നിൽക്കും. ഇതേ സമയത്ത് ആ വേട്ടക്കാരാണെങ്കിൽ ഇവരെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരവരോട് പറയും നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയത്തില്ല, എങ്ങനെയും ഇവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ. പക്ഷെ അവരൊന്നും കേൾക്കത്തില്ലായിരുന്നു. ഇവരെ കൊണ്ട് വീണ്ടും കാടിൻ്റെ നടുക്കോട്ട് പോകും. കാടിൻ്റെ നടുക്ക് ചെന്ന ശേഷം ഇവരാണെങ്കിൽ യാസിനെ കെട്ടിയിട്ട ശേഷം ഓരോ പെൺകുട്ടികളും നിലത്തോട്ട് കിടക്കാൻ പറയും. അതിനുശേഷം ഓരോരുത്തവരായിട്ട് ഇവർ ക്രൂരമായിട്ട് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആമാരാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കരോളിനെ പോലും വെറുതെ വിടുന്നില്ലായിരുന്നു. അവളുടെ പ്രായം കുറവായതുകൊണ്ട് തന്നെ അവരുടെ ഈ ആക്രമണത്തിൽ നിന്ന് അവളുടെ ബോധമെല്ലാം മങ്ങിത്തുടങ്ങും. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി കഴിയുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൻ ഓഫീസർക്ക് കരോളിൻ്റെ അമ്മ വിളിച്ച് ഇങ്ങനൊരു മെസ്സേജ് വന്നതിനെപ്പറ്റി കാര്യം പറയുന്നത്. അവരവിടെ നിന്ന് പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റി എല്ലാം പറയുമ്പോൾ തന്നെ ഓഫീസറിൻ്റെ കാര്യം പിടികിട്ടും. അവർ തൊട്ടുമ്പോൾ വന്നതാണല്ലോ എന്ന് ഓർക്കും. അങ്ങനെ ഉടനെ എന്നെ കണ്ടുപിടിച്ചേക്കാന്നോർത്ത് ഓഫീസറും വണ്ടി എടുത്തിറങ്ങും. ഇതേസമയം വെടിയേക്കുകയും അവർ നശിപ്പിക്കുകയും കൂടെ ചെയ്ത യാസ്മിനാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേട്ടക്കാരാണെങ്കിൽ അവളുടെ ബോഡി കുഴിച്ചിടാൻ വേണ്ടി പോകും. ഇതേസമയത്ത് ആ ബാക്കി 3 പെൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വഴിയിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ വഴിക്ക് വെച്ച് കണ്ട പുഴയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച ശേഷം ഇവർ വീണ്ടും നടന്ന് കാടിൻ്റെ നടുക്കായിട്ട് ഒരു വീട് ചെല്ലും. ഇതേസമയം പോലീസ് ഓഫീസറാണെങ്കിൽ അവിടെ കണ്ട ടയറിൻ്റെ പാടും അടയാളങ്ങൾ നോക്കി കാടിൻ്റെ നടുക്കായിട്ടിട്ടിരിക്കുന്ന കാറ് കണ്ടുപിടിക്കുമായിരുന്നു. അങ്ങനെ ഓഫീസറിനെ പിടി കിട്ടും ആരോ ഇവരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. പിന്നീട് ഓഫീസറാണെങ്കിൽ കാടിൻ്റെ നടുക്കോട്ട് വണ്ടി ഓടിച്ചു തുടങ്ങും. ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ആ 3 പെൺകുട്ടികളും കൂടെ ചെന്നാൽ വീടിൻ്റെ അകത്ത് കയറും. അവിടെയാണെങ്കിൽ ആരും ഇല്ലായിരുന്നു. പക്ഷേ അവിടെയുള്ള കുറേ മൃഗങ്ങളുടെ തലകളൊക്കെ വെച്ചേക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഇവർക്ക് തോന്നും ഇവർ വന്നിരിക്കുന്നത് വീണ്ടും പ്രശ്നമുള്ളിടത്ത് തന്നെയാണ്. ഇതേ സമയത്താണ് കരോളിൻ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ആ കറുത്ത വാൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ വേട്ടക്കാരിൽ ഒരുത്തന്നെ കരോളിനെ വെടിവെച്ചിടും. അങ്ങനെ കരോളിന് മരിച്ചു വീഴും.
പിന്നീട് ബാക്കി 2 പെൺകുട്ടികൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്കിനും അതിനുള്ളിൽ തന്നെ വേട്ടക്കാർ വന്ന് അവരെ വീണ്ടും ബന്ദികളാക്കും. പിന്നീട് ലിയോയോട് പറയും ഇവളൊന്നും ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, മരിക്കുന്നിടം വരെ ഉമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന് അവളാണെങ്കിൽ അമ്മാരുടെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പും. അത് കഴിഞ്ഞ് ലിയോനെ ആണെങ്കിൽ കരോളിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് പോകും, പിന്നീട് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇവർ മൊയ്റേനെ ഉപയോഗിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവരാണെങ്കിൽ മൊയ്റയുമായിട്ട് പോകുന്ന വഴിക്കാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ മെയിൻ ഓഫീസർ വന്നിരിക്കുന്നത് കാണുന്നത്. ഉടനെ ഉമ്മമാരാണെങ്കിൽ കൂടെയുള്ള പോലീസുകാരനെ പറഞ്ഞു വിടും ഓഫീസറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോലീസുകാരൻ ചെന്ന് ഓഫീസറിനെ കൺവിൻസ് ചെയ്യും ഇവനാണെങ്കിൽ ഇവൻ്റെ കോട്ടേജ് വരെ പോയതായിരുന്നെന്നും അതുപോലെ തന്നെ മറ്റേ പെൺകുട്ടീനെ കണ്ടു കിട്ടിയ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവിടെ തെളിവുകളൊന്നും ഇല്ലായിരുന്നെന്നും. അന്നേരമാണ് ഓഫീസർ ഇങ്ങനെ പെൺകുട്ടികളുടെ അമ്മ വിളിച്ച കാര്യമൊക്കെ പറയുന്നത്. ഇവൻ പറയും ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, ഇനി അവർ വേറെ വഴിക്ക് പോകുമെന്ന് നോക്കാൻ വേണ്ടി വേറൊരു റൂട്ടിലേക്ക് പോകുകയെന്ന്. അങ്ങനെ ഇതെല്ലാം വിശ്വസിച്ച പോലീസ് ഓഫീസറാണെങ്കിൽ നേരെ ഒരു വഴിയിലേക്കും പോകും, ഇവന്മാരാണെങ്കിൽ മൊയ്റയും കൊണ്ട് മറ്റൊരു വഴിയിലേക്കും പോകും. എന്നാൽ മെയിൻ ഓഫീസറിനാണെങ്കിൽ ഇവൻ പറഞ്ഞൊന്നും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി നേരെ തിരിച്ചിട്ട് ഇവൻ്റെ കോട്ടേജിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനാണെങ്കിൽ റൂമിനകത്ത് കയറി സെർച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ലിയോയും അതുപോലെ തന്നെ കരോളിൻ്റെ ഡെഡ് ബോഡിയും കാണുന്നത്. ഉടനെ തന്നെ ഇവനാണെങ്കിൽ താഴോട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ഓൾറെഡി മറ്റേ പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവനോട് എന്തെങ്കിലും കാര്യം ചോദിച്ച് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവൻ്റെ കൂട്ടുകാരൻ മെയിൻ ഓഫീസറെ വെടിവെച്ചിടും. അങ്ങനെ ഓമാരാണെങ്കിൽ ആ പോലീസുകാരൻ്റെ വണ്ടിയിൽ തന്നെ പോലീസുകാരൻ്റെയും അതുപോലെ തന്നെ കരോളിൻ്റെ ഡെഡ് ബോഡി കയറ്റിയിട്ട് അത് രണ്ടും കൂടെ കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകും. ഇതേ സമയം ലിയോയെ നോക്കാൻ വേണ്ടി അമ്മാരുടെ കൂട്ടത്തിൽ ഒരുത്തനെ ആ കോട്ടേജിൽ നിർത്തിയിട്ടും പോകും. എന്നാൽ ഇതേ സമയം ലിയോ ആണെങ്കിൽ ആ കോട്ടേജിൻ്റെ തന്നെ മറ്റൊരു വഴി കൂടെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ നേരെ ചെന്ന വാണി നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് മൊയ്റ ഇരിപ്പുണ്ടായിരുന്നു. ഉടനെ തന്നെ അവളാണെങ്കിൽ തൊട്ടടുത്ത് ചുറ്റിക എടുത്തിട്ട് നേരെ തിരിഞ്ഞ് നിൽക്കും. ലിയോ അതിൻ്റെ അത് കാണാത്ത വേട്ടക്കാരിൽ ഒരുത്തനാണെങ്കിൽ ഇവൾ നിൽക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് വരും. ഇവളുടെ അടുത്ത് വരുന്ന സമയം നോക്കി ഇവളാണെങ്കിൽ ചുറ്റിക്കൊണ്ട് അവനെ മൂക്കടിച്ചങ്ങ് പറിക്കും. മൂക്കുപോയ അവനാണെങ്കിൽ ബോധരഹിതനാകുന്ന പോലെ ഇരിക്കുമ്പോഴാണ് ഇവൾ ചുറ്റിക്കൊണ്ട് അടിച്ചടിച്ച് അവനെ അങ്ങ് കൊല്ലുന്നത്. പിന്നീട് ലിയോയും മൊയ്റയും കൂടെ അവിടെ നല്ല രക്ഷപ്പെട്ട് നടക്കാൻ വേണ്ടി തുടങ്ങും. പോകുന്ന വഴിക്കാണ് ഇവരാണെങ്കിൽ വേലിയൊക്കെ കിടന്ന കമ്പി കാണുന്നതും അതിൽ നിന്നൊരു പീസ് ഓടിച്ചെടുക്കുന്നതും. കാരണം ഇവരാണെങ്കിൽ തിരിച്ച് രക്ഷപ്പെട്ടു പോകാതെ അവരോട് പകരം വീട്ടിയിട്ട് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ആ വേട്ടക്കാരെല്ലാം കൂടെ ആ മെയിൻ ഓഫീസറിനെയും കരോളിനെയും കുഴിച്ചിടാൻ വേണ്ടി അവിടെ വെച്ച് ലൊക്കേഷൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. ആ ലൊക്കേഷൻ അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് അവനെ തേടി തന്നെ പോകാൻ തീരുമാനിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും വേട്ടക്കാരുടെ കൂട്ടത്തിലുള്ള പോലീസുകാരനാണെങ്കിൽ കുഴി കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്ന ലിയോ ആണെങ്കിൽ ചുറ്റിക്കായിട്ട് ഓടിച്ചെന്ന് അവനെ കൊല്ലാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണെങ്കിൽ അവളെ കയറി പിടിച്ചിടും. അന്നേരമാണ് മൊയ്റ പിന്നിൽ കൂടെ വന്നിട്ട് ആ കമ്പി അവൻ്റെ കഴുത്തെ കൂടെ ചുറ്റി മുറുക്കുന്നത്. അങ്ങനെ വേട്ടക്കാരനായിട്ടുള്ള പോലീസുകാരനാണെങ്കിൽ അവിടെ മരിച്ചു വീഴും. ദേഷ്യം തീരാത്ത ലിയോ ആണെങ്കിൽ അവൻ മരിച്ചോ ഇല്ലെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അവൻ്റെ തോക്കെടുത്ത് വീണ്ടും അവനെ വെടിവെക്കാൻ വേണ്ടി തീരുമാനിക്കും. അന്നേരമാണ് മൊയ്റയാണെങ്കിൽ ശബ്ദം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ തടയുന്നത്. കാരണം ഇവർക്ക് കൊല്ലാൻ ഒരാളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് അവനെ കുഴിയിലേക്ക് ഇട്ടിട്ട് ഇവരാണെങ്കിൽ കുഴി മൂടാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് പോലീസുകാരൻ്റെ തോക്കെടുത്ത് ലിയോ ആണെങ്കിൽ അടുത്തവനെ കൊല്ലാൻ വേണ്ടി ദൂരെ പോയിരിക്കും. അതേസമയത്ത് മൊയ്റയാണെങ്കിൽ വണ്ടിക്കകത്ത് കയറി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് വേട്ടക്കാരുടെ കൂട്ടത്തിലുള്ള മൂന്നാം വന്ന് ഇവർക്ക് നേരെ വെടിവെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ലിയോ പെട്ടെന്ന് അവിടുത്തെ ഒരു മതിലിന് മുന്നിലായിട്ട് ഒളിക്കും. പക്ഷെ മൊയ്റേനെയാണെങ്കിൽ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ മൊയ്റേനെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ ബുള്ളറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷേ ലിയോ ആണെങ്കിൽ കറക്റ്റ് ഉന്നം വെച്ച് അവനെ വെടിവെച്ച് വീഴ്ത്തും. അങ്ങനെ തങ്ങളെ നശിപ്പിച്ച 3 പേരോടും പകരം വീട്ടിയ ശേഷം ഇവരാണെങ്കിൽ വന്യമൃഗങ്ങളെ സൂക്ഷിക്കാമെന്ന് എഴുതി വെച്ച ബോട്ടിൻ്റെ അതുവഴി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ ഇവിടെ അവസാനിക്കും.